ഹായ് എവരി വൺ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ബ്ലഡ് സപ്ലൈയെ പറ്റി തന്നെയാണ് വീണ്ടും സംസാരിക്കുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോയിൽ ഹാർട്ടിൽ കൂടെയുള്ള സർക്കുലേഷനെ പറ്റി ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇനി നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ബോഡിയിലെ സർക്കുലേഷനെ 3 തരത്തിൽ നമുക്ക് തിരിക്കാം. ഒന്ന്, ഹാർട്ടിൽ നിന്ന്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് നമ്മളുടെ ഹാർട്ടിൽ തന്നെ തിരിച്ചെത്തുന്ന ഒരു സർക്കുലേഷൻ. അതിനെ നമ്മൾ പറയും സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ ജനറൽ സർക്കുലേഷൻ എന്ന പേരിൽ പറയുന്നു. പിന്നെ അതുപോലെ ഈ ഹാർട്ടിൽ പ്രത്യേകിച്ച് റൈറ്റ് സൈഡിൽ വന്ന ബ്ലഡ് ലങ്സിൽ പോയിട്ടാണ് ഓക്സിജനേറ്റഡ് ആകുന്നത്. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ് റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലേക്ക് തിരിച്ചു വരുന്നത് നമ്മളുടെ ബോഡിയിൽ നിന്ന്. അപ്പോൾ അത് തിരിച്ചു വന്നതിന് ശേഷം അത് ലങ്സിൽ പോയി ഓക്സിജനേറ്റഡ് ആയിട്ട് തിരിച്ച് അത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ വരുന്നു. ആ ലങ്സ് ഇൻവോൾവ് ചെയ്യുന്ന ആ സർക്കുലേഷനെ പറയുന്ന പേരാണ് പൾമനറി സർക്കുലേഷൻ. പിന്നെ അതുപോലെ ഈ ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ ബ്ലഡ് തിരിച്ച് ലങ്സിലേക്ക് വരുന്നതിന് മുൻപ് അത് ലിവറിലേക്ക് ഒന്ന് ബൈപ്പാസ് ചെയ്ത് വീണ്ടും അവിടെ ലിവറിൽ പോയിട്ട് കുറച്ച് ജോലിയുണ്ട് ആ ബ്ലഡിന്. അത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ആക്ച്വലി പോകുന്നത്. അപ്പോൾ അത് തിരിച്ച് ഇങ്ങോട്ട് ലിവറിൽ നിന്ന് തിരിച്ചു വരുന്നു. ആ സർക്കുലേഷനെ പറയുന്ന പേരാണ് പോർട്ടൽ സർക്കുലേഷൻ. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള സർക്കുലേഷനാണ് ഉള്ളത്. ഒന്ന് സിസ്റ്റമിക് അല്ലെങ്കിൽ ജനറൽ സർക്കുലേഷൻ, 2 പൾമനറി സർക്കുലേഷൻ, 3 പോർട്ടൽ സർക്കുലേഷൻ. ഓക്കെ, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് സിസ്റ്റമിക് അല്ലെങ്കിൽ ജനറൽ സർക്കുലേഷനെ പറ്റി മാത്രമാണ്. കാരണം നമുക്കറിയാം, പലപ്പോഴും ഒരു ബിഗിനർ ആയിട്ടുള്ള അല്ലെങ്കിൽ സർക്കുലേഷനെ പറ്റിയൊക്കെ പഠിച്ച് വരുന്ന ഒരു ആളിന് ഈ സർക്കുലേഷനും അല്ലെങ്കിൽ പലതരത്തിലുള്ള ആർട്ടറീസ് പേരുകൾ ഓർത്തിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി സർക്കുലേഷനിലേക്ക് തിരിച്ചു വരാം. സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ ജനറൽ സർക്കുലേഷൻ. അപ്പോൾ അത് തുടങ്ങുന്നത് നമ്മളുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ത്രൂ അയോർട്ട. അയോർട്ട ഈസ് എ മേജർ ആർട്ടറി. ആർട്ടറി എന്ന് വെച്ചാൽ ധമനി മലയാളത്തിൽ പറയും. അത് നമ്മളുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടറിയാണ്. അപ്പം ഈ അയോർട്ട പല ഏരിയാസിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് പറയാം. ഇത് ഒരു ബ്ലഡ് വെസലാണ്, പക്ഷെ പല സ്ഥലങ്ങളിൽ ഇതിനെ പല പേരുകളിൽ. കാരണം നമുക്കറിയാം, ചില പുഴകളൊക്കെ ഓരോ സ്ഥലത്തും അതിനെ പല പേരുകളിൽ അതിൻ്റെ അതേത് സ്ഥലത്തൂടെ പാസ് ചെയ്യുന്നു ആ സ്ഥലത്തിൻ്റെ പേരിടുന്നത് പോലെ ഇവിടെ അയോർട്ടയ്ക്കും അങ്ങനെ ചെറിയ പേര് വ്യത്യാസം വരുന്നു. അതിനകത്ത് നമ്മൾ അയോർട്ട തുടങ്ങുന്നിടത്ത് ഇത് മേളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അസെൻഡിങ് അയോർട്ട, അസെൻഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥം മേളിലേക്ക് ഉയരുന്നത്. പിന്നെ അതുപോലെ ഒരു ആർച്ച് ഷേപ്പിൽ ഉള്ള ഈ ഭാഗത്തിനെ നമ്മൾ ആർച്ച് ഓഫ് അയോർട്ട എന്നും, ഇത് താഴേക്ക് പോകുമ്പോൾ ഡിസെൻഡിങ് അയോർട്ട എന്നും പറയും. ഇനി ഇത് താഴേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ഇതിനെ നമ്മൾ തൊറാസിക് അയോർട്ട എന്നും, അവിടെ നിന്ന് അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ അബ്ഡോമിനൽ അയോർട്ട എന്നും പറയാറുണ്ട്. പിന്നെയാണ് ഈ ഓരോ ഏരിയയിൽ നിന്നും ഇതിന് ബ്രാഞ്ചസ് പുറപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് അതിനെപ്പറ്റി വളരെ ചെറുതായിട്ടൊന്ന് കാണാം. ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അസെൻഡിങ് അയോർട്ടയിലേക്ക് ആകെ ഒരു പെയർ ഓഫ് എന്ന് വെച്ചാൽ 2 ബ്രാഞ്ചസ് ആണുള്ളത്. അതിനെ പറയുന്ന പേരാണ് കൊറോണറി ആർട്ടറീസ്. ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൊറോണറി ഡിസീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കൊറോണറി ആർട്ടറി സപ്ലൈ ദ ഹാർട്ട് മസിൽ അല്ലെങ്കിൽ കാർഡിയാക് മസിൽ. ഹാർട്ടിൻ്റെ മസിലിനെ തന്നെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് കൊറോണറി ആർട്ടറീസ്. ഈ അസെൻഡിങ് അയോർട്ടയിൽ ഈ കൊറോണറി ആർട്ടറീസ് എന്ന ഒരു 1 പെയർ ഓഫ് ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ആർച്ച് ഓഫ് അയോർട്ടയിൽ നിങ്ങൾ ഈ പടത്തിൽ കാണുന്നത് പോലെ 3 ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് റൈറ്റ് സൈഡ് ആണ്. ഈ റൈറ്റ് സൈഡിൽ ഒരു ബ്രേക്കിയോസെഫാലിക് ആർട്ടറി ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. ഇത് ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി.
ഓക്കെ. ഈ ബ്രേക്കിയോസെഫാലിക്, ആ പേരിനകത്ത് തന്നെയുണ്ട്. ബ്രേക്കിയോ എന്ന് വെച്ചാൽ ആം എന്നൊക്കെയുള്ള അർത്ഥമാണ്. സെഫാലിക് എന്ന വാക്ക് ഹെഡിനെ റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ബ്രേക്കിയോസെഫാലിക് ആർട്ടറി വീണ്ടും റൈറ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി എന്നും റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറി എന്നും ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറി സപ്ലൈ ദ റൈറ്റ് സൈഡ് ഓഫ് ദി ആം, കൈയുടെ വലത് കൈ അതുപോലെ വലത് സൈഡിനെയൊക്കെ സപ്ലൈ ചെയ്യുന്നു. അതുപോലെ ഇവിടുത്തെ റൈറ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി തലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് തന്നെ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ കരോട്ടിഡ് എന്നുള്ള വാക്ക് വീണ്ടും നെക്ക്, ബ്രെയിൻ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി തലയുടെ പുറത്ത് വശം, എക്സ്റ്റേണൽ ഏരിയാസ്, നമ്മുടെ സ്കാൽപ്പ് അങ്ങനത്തെ, അതുപോലെ മുഖവും അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നു. ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി നമ്മുടെ സ്കള്ളിനകത്തേക്ക് പോയി ബ്രെയിനിനെ സപ്ലൈ ചെയ്യുന്ന മേജർ ആർട്ടറീസിൽ ഒന്നാണ് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി. അത് റൈറ്റ് സൈഡിലും ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. അതുകൂടാതെ നമ്മളുടെ കഴുത്തിന് പുറകിലൂടെ ഒരു വെർട്ടിബ്രൽ ആർട്ടറീസ്, ഒരു പെയർ ഓഫ് വെർട്ടിബ്രൽ ആർട്ടറീസ് ഉണ്ട്. അപ്പൊ ഈ 2 വെർട്ടിബ്രൽ ആർട്ടറീസും 2 ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറീസും ചേർന്നാണ് ബ്രെയിനിനെ സപ്ലൈ ചെയ്യുന്നത്. ഇനി ഈ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ബ്രെയിനകത്തേക്ക് പോകുന്നില്ല. സ്കൾ എന്ന് പറയുന്നത് നമ്മളുടെ തലയോട്ടി, അതിൻ്റെ പുറത്തെ ഭാഗങ്ങളൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്. വീണ്ടും ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. ഇതിനും same thing happens. Left common carotid artery divides into internal carotid artery and external carotid artery. Internal carotid artery പേര് പോലെ തന്നെ അകത്തേക്ക്, ബ്രെയിനിനകത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്കള്ളിനകത്തേക്ക് പോയി ബ്രെയിനിനെ സപ്ലൈ ചെയ്യുന്നു. എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി സ്കള്ളിന് പുറത്ത് ആണ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇവിടെ വീണ്ടും ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി വീണ്ടും നമ്മളുടെ കഴുത്ത്, കയ്യ്, പിന്നെ അതുപോലെ ചെസ്റ്റ് റീജിയനൊക്കെ, ഇന്റേണൽ മാമറി ആർട്ടറി എന്നൊക്കെ പറഞ്ഞ് ബ്രസ്റ്റിനെയൊക്കെ സപ്ലൈ ചെയ്യുന്നു. അതുപോലെ ചെസ്റ്റ് മസിൽസിനെയൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഈ ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇത് തൊറാസിക് അയോർട്ട അല്ലെങ്കിൽ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബ്രോങ്കിയൽ ആർട്ടറീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലങ്സിനെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ് ഉണ്ട്. പിന്നെ അബ്ഡോമിനൽ അയോർട്ടയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വീണ്ടും നമ്മളുടെ അബ്ഡോമിനൽ ഓർഗൻസിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ് ഉണ്ട്. ഓരോ ഭാഗത്തിനും അതിൻ്റെതായ പേരുകളുണ്ട്. ലിവറിനെ സപ്ലൈ ചെയ്യുന്ന ഹെപ്പാറ്റിക് ആർട്ടറി, പിന്നെ സീലിയാക് ആർട്ടറി, മെസെൻറ്ററിക് ആർട്ടറീസ്. അപ്പോൾ അതെല്ലാം നമ്മളുടെ ഇന്റേണൽ സ്റ്റൊമക്ക്, അതുപോലെ എന്താ പറയുന്നത് ഈസോഫാജിയൽ ആർട്ടറി, അങ്ങനെ കുറേ പേരുകളുണ്ട്. ഞാൻ അത്രയും പേരുകളൊന്നും പറഞ്ഞ് നിങ്ങളെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. താഴേക്ക് പോകുന്നു. പിന്നെ അത് കാലയിലേക്കും, കാലിൻ്റെ അതുപോലെ പെൽവിക് ഓർഗൻസിൽ സപ്ലൈ ചെയ്യുന്ന ഇന്റേണൽ ഇലിയാക് ആർട്ടറീസ്, അതുപോലെ കാലിനെ സപ്ലൈ ചെയ്യുന്ന, കാലിലേക്ക് പോകുന്ന എക്സ്റ്റേണൽ ഇലിയാക് എന്നൊക്കെയുള്ള പേര് കേൾക്കുമ്പോൾ ആ പേര് കൂട്ടി നമുക്ക് ഓർത്തിരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ മേജർ ആർട്ടറീസ്, മൈനർ ആർട്ടറീസ് ആകുന്നു, ആർട്ടീരിയോൾസ് ആകുന്നു, ക്യാപ്പില്ലറീസ് ആകുന്നു. അപ്പോൾ ഈ ക്യാപ്പില്ലറീസിൽ കൂടെയാണ് ഈ ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ പുറത്തേക്ക്, അല്ലെങ്കിൽ പുറത്തേക്ക് മീൻസ് ബ്ലഡ് വെസലിന് പുറത്തേക്ക്, അതിൻ്റെ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ് ഉണ്ട്. അവിടുന്ന് വീണ്ടും സെൽസിനകത്തേക്ക് പോകുന്നു. പിന്നെ അവിടുന്ന് സെല്ലിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് വേസ്റ്റ് പ്രോഡക്ട്സും, മെറ്റബോളിസം കൊണ്ടുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സും ഒക്കെ തിരിച്ച് ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് സെല്ലിന് പുറത്തുള്ള കുറച്ച് ഏരിയ, കുറച്ച് ഫ്ലൂയിഡും, അവിടെ ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട്, അതിലേക്ക് തിരിച്ച് പുറത്തിറങ്ങി വരുന്നു. അവിടുന്ന് ഈ ബ്ലഡ് വെസലിനകത്തേക്ക് കയറുന്നത് വീണ്ടും ഈ ക്യാപ്പില്ലറീസിലുള്ള ചില ഹോൾസ് അല്ലെങ്കിൽ ചില സുഷിരങ്ങളിൽ കൂടെയാണ് പുറത്തേക്ക് വരുന്നത്. വീണ്ടും ഈ ക്യാപ്പില്ലറീസ് ജോയിൻ ചെയ്യുന്നത് വെന്യൂൾസ്, പിന്നെ സ്മോളർ വെയിൻസ്, ലാർജർ വെയിൻസ് ആകുന്നു. ലാർജർ വെയിൻസിൽ കൂടെ ഈ ലാർജർ വെയിൻസ് വീണ്ടും നമ്മൾ ലിവറിലേക്കൊക്കെ പോകുന്നുണ്ട്. അത് പോർട്ടൽ സർക്കുലേഷൻ, അതൊരു സെപ്പറേറ്റ് ഒരു സർക്കുലേഷൻ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അവിടുന്ന് ഈ ഇൻഫീരിയർ വീനക്കാവ ആൻഡ് സുപ്പീരിയർ വീനക്കാവ
വഴി ഇത് തിരിച്ച് റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് അല്ലെങ്കിൽ റൈറ്റ് ഏട്രിയത്തിൽ വരുന്നു. എന്നിട്ട് വീണ്ടും റൈറ്റ് വെൻട്രിക്കിളിൽ പോകുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറി വീണ്ടും ഒരു മേജർ ആർട്ടറി ആണ്. ബട്ട് റിമെമ്പർ ഇറ്റ് ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്ത് ഈ പൾമനറി ആർട്ടറി 2 ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞ് ഓരോ ലങ്ങിലേക്ക് പോകുന്നു. ഓക്കെ, അവിടെ നിന്ന് വീണ്ടും പൾമനറി വെയിൻസ്, ദർ ആർ 4 പൾമനറി വെയിൻസ്, 2 ഫ്രം ഈച്ച് ലങ്. ഓരോ ലങ്ങിൽ നിന്നും 2 പൾമനറി വെയിൻസ് ഉണ്ട്. ഈ പൾമനറി വെയിൻസ് ആണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ നിന്ന് ക്യാരി ചെയ്ത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. പിന്നെ അത് ലെഫ്റ്റ് വെൻട്രിക്കിൾ പോകുന്നു. വീണ്ടും ജനറൽ സർക്കുലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ജനറൽ സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് സർക്കുലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വീണ്ടും മറ്റു പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. Thank you very much.